ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നേച്ചറിന്റെ ബേസിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് അല്ലേ. അപ്പൊ അതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത് കുറച്ച് പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇതിന്റെ റിസൾട്ട് ഒക്കെ എങ്ങനെയാകും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ മക്കൾക്കും ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്. ഫസ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ആൻഡ്. എന്താണ് ആൻഡ്? ആൻഡ് എന്താണ് ആൻഡ് എന്ന് പറയുന്നത്? ആൻഡ് നമ്മൾ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കുകയാണെങ്കിൽ എവിടെ എപ്പോഴായിരിക്കും റിസൾട്ട് ട്രൂ ആകുന്നത്? ഇവിടെ നോക്കാം. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഏതെങ്കിലും ഒരു വാല്യൂ ഫോൾസ് ആകുവാണെങ്കിൽ റിസൾട്ട് മസ്റ്റ് ആയിട്ട് ഫോൾസ് ആകും. എല്ലാ വാല്യൂസും ട്രൂ ആണെങ്കിൽ മാത്രം റിസൾട്ട് എന്താണ് ട്രൂ ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ 1 = 2 ആൻഡ് 1 > 2 റിസൾട്ട് എന്താകും? 1ഉം 2ഉം ഈക്വൽ ആണോ? 1ഉം 2ഉം ഈക്വൽ അല്ല, അത് ഫോൾസ് ആണ് അല്ലേ. ആൻഡ് 1 > 2 1 2നേക്കാളും വലുതാണോ? വലുതാണ്. സോറി, 1 2നേക്കാളും വലുതാണോ? അല്ല, 2, അത് ഫോൾസ് ആണ്. അപ്പൊ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ്, റിസൾട്ട് ഈസ് ഫോൾസ്. നെക്സ്റ്റ് അടുത്ത് പറയാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെന്ന് അവിടെ പറയാണ്. 1 < 2 ആൻഡ് 20 < 5. 1 2നേക്കാളും ചെറുതാണോ? ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. 20 5നേക്കാളും ചെറുതാണോ? അല്ല, അത് ഫോൾസ് ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി, റിസൾട്ട് എന്തായിരിക്കും? മസ്റ്റ് ആയിട്ട് ഫോൾസ് ആയിരിക്കും. എവിടെ? ആൻഡിൽ മാത്രം. നെക്സ്റ്റ് നോക്കാം. 1 < 2 ആൻഡ് 20 < 5 എന്ന് പറയുകയാണ്. 1 2നേക്കാളും ചെറുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. 20 < 5 എന്ന് പറയുന്നത് 20 5നേക്കാളും വലുതാണോ? വലുതാണ്. അപ്പൊ രണ്ട് കണ്ടീഷൻസ്, ആൻഡിന് അപ്പുറമുള്ള രണ്ട് കണ്ടീഷൻസ് എന്തായി? ട്രൂ ആയി. എല്ലാ കണ്ടീഷൻസും ട്രൂ ആയി, റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് ഈസ് ഓൾസോ ട്രൂ. റിസൾട്ട് എന്താണ്? ട്രൂ ആയി. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരികയാണ് ഓർ എന്ന് പറഞ്ഞാൽ. ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വൺ ഓഫ് ദി കണ്ടീഷൻ ട്രൂ ആയാൽ മതി. വൺ ഓഫ് ദി കണ്ടീഷൻ ട്രൂ ആയാലോ ഓൾ കണ്ടീഷൻ ട്രൂ ആയാലോ റിസൾട്ട് ട്രൂ ആകും. എല്ലാ കണ്ടീഷൻസ് ഫോൾസ് ആകുകയാണെങ്കിൽ റിസൾട്ട് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കും? ഫോൾസ് ആകും കേട്ടോ. ഇവിടെ വെക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഫോൾസ് ആകുന്ന സിറ്റുവേഷൻ പറയുന്നത് എക്സിന്റെ വാല്യൂ 6, വൈയുടെ വാല്യൂ 3. x = 5 ആണോ? എക്സിന്റെ വാല്യൂ എത്ര? നമുക്ക് 6 ആണ്. 6ഉം 5ഉം ഈക്വൽ ആണോ? അല്ല, ഫോൾസ് ആണ്. y = 5 ആണോ? y = 5 അല്ല, വൈയുടെ വാല്യൂ 3 ആണ്. 3ഉം 5ഉം ഈക്വൽ ആണോ? അല്ല, ഫോൾസ് ആണ്. അപ്പൊ എന്താണ്? ആ ഓറിന് അപ്പുറമുള്ള രണ്ട് കണ്ടീഷൻസും ഫോൾസ് ആണ്. റിസൾട്ട് ഈസ് ഓൾസോ ഫോൾസ്. ഓക്കെ, പിന്നെ അടുത്ത വേറെ പറയുകയാണ് 20 < 5 ഓർ 1 = 5. 20 5നേക്കാളും വലുതാണോ? വലുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓർ 1 = 5. 1 = 5 എന്ന് പറയുമ്പോൾ 1ഉം 5ഉം ഈക്വൽ ആണോ? അല്ല, ഫോൾസ് ആണ്. ഒരു കണ്ടീഷൻ ഫോൾസ് ആയി, ഒരു കണ്ടീഷൻ ട്രൂ ആയി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയ റിസൾട്ട് എന്തുമായിരിക്കും? ട്രൂ ആയിരിക്കും ഓറില്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വേറെ ഇത് കൂടെ പറയാം. 20 < 5 then 5 = 5. രണ്ട് കണ്ടീഷൻസും ട്രൂ ആയി. 20 5നേക്കാളും വലുതാണ്. ഓർ 5 = 5, 5ഉം 5ഉം ഈക്വൽ ആണ്. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ട്രൂ ആയ റിസൾട്ട് ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും. ഫോർ എക്സാമ്പിൾ എക്സിന്റെ വില 6, വൈയുടെ വില 3. x = 5, y എന്ന് പറഞ്ഞാൽ 6ഉം 3ഉം ഈക്വൽ ആണോ? 6ഉം 3ഉം ഈക്വൽ അല്ല, അത് ഫോൾസ് ആണ്. ആ ഫോൾസിനെ നോട്ട് അടിച്ചാൽ എന്താണ്? റിസൾട്ട് ട്രൂ ആകും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് മക്കളെ എന്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം ചോദിക്കാറുണ്ട്, ഓരോരോ എക്സ്പ്രഷൻ തന്നിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് റിലേഷണൽ എക്സ്പ്രഷൻ <<, > > ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും എന്താണ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിന് എന്ത് ചെയ്യുക മക്കളെ? നിങ്ങൾ മാക്സിമം എന്താണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവരും പഠിക്കണം. നിങ്ങളെ മാത്രം പഠിച്ചവർ നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.